ഹായ് മക്കളെ, വെൽക്കം ടു എക്സ്ട്രാ ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചതെന്തായിരുന്നു? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ പേപ്പറാണ് അല്ലേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കംപ്ലീറ്റ് ആൻഡ് ബാലൻസ് ഫോളോയിങ് റിയാക്ഷൻ. രണ്ട് റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് റിയാക്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയേ മക്കളെ, നോക്കിയേ എന്താണ്? കാൽഷ്യം CaCO2 അല്ലേ, ഡൈകാർബോ കാൽഷ്യം അല്ലേ, CaC2 പ്ലസ് H2O. കാൽഷ്യവും രണ്ട് കാർബൺ ഉണ്ട്, ഇവിടെ ആരുണ്ട്? രണ്ട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. ഇത് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇത് റിയാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ഇവിടുന്ന് കാൽഷ്യവും വാട്ടറിന്റെ OH കൂടിയിട്ട് എന്താവും? CaOH ട്വൈസ് ആവും. എന്താവും? CaOH ട്വൈസ് ആവും. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആയി മാറും. പ്ലസ് അതിൻ്റെ കൂടെ ആരുണ്ടാവും? ഇവിടുത്തെ രണ്ട് കാർബണും ഇവിടുന്ന് ബാക്കിയുള്ള രണ്ട് ഹൈഡ്രജനും കൂടിയിട്ട് എന്തുണ്ടാവും? C2H2. ആരാണ്? C2H2 ആരാണ്? ഈഥൈൻ ആവും. CH ട്രിപ്പിൾ ബോണ്ട് CH അഥവാ ഈഥൈൻ ഉണ്ടാവും. അപ്പോൾ കാൽഷ്യം ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അടുത്ത റിയാക്ഷൻ നോക്കിയ മക്കളെ, CH ട്രിപ്പിൾ ബോണ്ട് CH പ്ലസ് H2O. ഇത് റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവും? ഇവിടെ H2O അല്ലേ, H2O എന്തുണ്ട്? ഒരു രണ്ട് ഹൈഡ്രജൻ ഓരോ OH ഒരു ഹൈഡ്രജൻ ഉണ്ടാവും. ഇതിലൊരു ഹൈഡ്രജൻ ഇവിടെ പോകും, എന്നിട്ട് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താവും? CH ഡബിൾ ബോണ്ട് ഇവിടെ എന്താവും? ഈ ഒരു ഹൈഡ്രജൻ കിട്ടില്ല. അപ്പം CH2 ഡബിൾ ബോണ്ട്. ഇനി ഇവിടുത്തെ ഒരു ബാലൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആര് വരും? OH വരും. വീണ്ടും ഇത് എന്താവും? ഫെർദർ റിയാക്ഷൻ നടന്നിട്ട് എന്താവും? CH3 CHO ആയി മാറും. ആരാണ്? CH3 CHO ആയിട്ട് മാറും. ഓക്കെ ആണോ? അപ്പോൾ ഈ റിയാക്ഷൻ രണ്ടും നോക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻസും നോക്കി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത എന്താണ്? റീഡ് ദ പാസേജ് ഗിവൺ ബിലോ, ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. എന്താണ്? ഈ പാസേജ് വായിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ്. എന്താണ്? ഇൻ ആൽക്കൈൽ ഹാലൈഡ്സിലെ RX നമുക്ക് കോമൺ ആയിട്ട് ഇതിനെങ്ങനെ പറയാം? RX എന്ന് പറയാം അല്ലേ. ആൽക്കൈൽ ഹാലൈഡ്സിനെ RX, ആൽക്കൈൽ ഹാലൈഡ്സ്. The carbon halogen bond is formed by an overlap of the sp3 hybrid orbital of carbon atom with p orbital of halogen atom. ശരിയാണ് അല്ലേ? ഒരു ആൽക്കൈൽ ഹാലൈഡ്സ് ഫോം ചെയ്യണമെങ്കിൽ കാർബണിനും ഹാലജന്റെ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നത്? കാർബണിന്റെ sp3 ഹൈബ്രിഡ് ഓർബിറ്റലും അതുപോലെ ഹാലജന്റെ p ഓർബിറ്റൽസുമാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. Has the size of the halogen atom increases? ഹാലജൻ ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ the overlap will decrease. ഹാലജന്റെ വലിയ ഹാലജൻ ആറ്റംസ് ഒക്കെ വരുമ്പോൾ അല്ലേ, അയഡിനെ പോലത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓവർലാപ്പ് ഡിക്രീസ് ചെയ്യും. ആൾസോ ഡ്യൂ ടു, കാരണം ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് ഹാലജൻ ആറ്റം. ഹാലജൻ ആറ്റംസിനുള്ള ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. The electron density along the CX bond is displaced in the direction of halogen atom. അല്ലേ, എന്താണ്? ഇവർക്ക് എന്താണ്? CXലെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഷെയർ ചെയ്ത ഇലക്ട്രോൺസുകളെ ഹാലജൻ ആറ്റത്തിന്റെ അടുത്തേക്ക് പിടിച്ച് വലിക്കും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലാണ്. അങ്ങനെ വലിക്കാനുള്ള കപ്പാസിറ്റി ആയിട്ടുണ്ട് ഹാലജൻ ആറ്റംസുകൾക്ക് ഉണ്ട്. അതുകൊണ്ട് എന്താവും? ഇവരെന്ത് കാണിക്കും? പോളാർ നേച്ചർ കാണിക്കും അല്ലേ. എന്താ പോളാർ നേച്ചർ? ഇപ്പൊ ഇത് കാർബണും ഇതൊരു ഹാലോജനും ആണെങ്കിൽ ഇവർ ഷെയർ ചെയ്ത ഇലക്ട്രോൺസുകൾ ആര് വലിക്കും? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആറ്റംസ് ആയിട്ടുള്ള ഹാലജൻസ് വലിക്കും. അങ്ങനെ വലിക്കുമ്പോൾ ഇവിടെ എന്തിടും? ഡെൽറ്റ നെഗറ്റീവ് ചാർജ് കിട്ടും. ഹാലജൻസിന് ഡെൽറ്റ നെഗറ്റീവ് ചാർജ് കിട്ടും. ഇവിടെ നല്ല ഇലക്ട്രോൺസ് പോകുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് പോവല്ലേ, അപ്പോൾ ഇവിടെ എന്തിട്ടും? ഡെൽറ്റ പോസിറ്റീവ് ചാർജ് കിട്ടും. അങ്ങനെ ഒരു പാർഷ്യലി ചാർജ്ഡ് മോളിക്യൂൾസ് ഫോം ചെയ്യും, അഥവാ പോളാർ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അങ്ങനെ ഇവരെന്താ? പോളാറായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്താണ്? ത്രൂ പോളാർ നാച്ചർ ആണെങ്കിൽ ഹാലോ ആൽക്കൈൻസ് ആർ ഇമ്മിസിബിൾ എന്നാണ്. എന്താണ്? ഇൻസോലുബിൾ ആണ് കേട്ടോ, സൊല്യൂബിൾ ആവില്ല. ഇൻസോലുബിൾ ഇൻ വാട്ടർ. എന്തുകൊണ്ടാണ്? എന്താണ്?
ഹാലോ ആൽക്കെയിൻസ് വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആവാത്തത്. കാരണം വാട്ടറിൽ എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് അല്ലേ. ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ പൊട്ടിച്ച് കാണുന്ന എന്താണ്, ഇവിടെ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റമായിട്ട് എന്ത് ചെയ്യണം, ബോണ്ടിങ് വരണം, അപ്പോൾ സൊല്യൂബിൾ ആവുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പൊട്ടിക്കാൻ അത്ര എനർജി ഇല്ല, ആവശ്യമായ എനർജി അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഹാലോ ആൽക്കെയിൻസ് എന്താവാത്തത്, അവിടെ വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആയിട്ടിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ എനർജി ആണ്, ആവശ്യമായ എനർജി, റിക്വയർഡ് ആയിട്ടുള്ള എനർജി ഈസ് നോട്ട് പോസിബിൾ ആണ് ദിസ് റിയാക്ഷൻസിൽ. അതുകൊണ്ടാണ് ഇൻസൊല്യൂബിൾ ആയത്, വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആവാൻ കാരണം. അടുത്ത നബി എന്താണ്, ഗിവൺ വൺ എക്സാമ്പിൾ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ഹാലോ ആൽക്കൈൻസ്. ഹാലോ ആൽക്കൈൻസിലെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നമുക്ക് എങ്ങനെ കൊടുക്കുക, RX പ്ലസ് OH മൈനസ്. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തപ്പെടുക, ഹാലജന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടത്തുമ്പോൾ എന്തുണ്ടാവും, ROH പ്ലസ് X മൈനസ്. നമുക്കാണെങ്കിൽ ഒരു എക്സാമ്പിൾ എഴുതാം അല്ലേ. ഇവിടെ CH3CH2Br പ്ലസ് KOH റിയാക്ട് ചെയ്യുന്ന എന്തുണ്ടാവും, റിയാക്ട് ചെയ്താൽ CH3CH2 പിന്നെന്താ OH വരും. മറ്റേ ഇവിടുന്ന് എന്താ BR പോയിട്ട് Kൻ്റെ കൂടെ പോയിട്ട് KBr ആവും. ഒരു എക്സാമ്പിൾ എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഒന്നുകിൽ ജെം റിയാക്ഷൻ നടത്താം, നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് വെച്ചിട്ടൊക്കെ എക്സാമ്പിൾ എഴുതാം. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ പറയുന്നത്, റൈറ്റ് ദ ട്രൂ ഓർ കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് ചോദിക്കുകയാണ്. റൈറ്റ് ദ ട്രൂ ആണോ ഫാൾസ് ആണോ നോക്കിയേ. Phospholipids are consist of a cell membrane. Cell membrane-ലെ phospholipids എന്താണ്, സെൽ മെംബ്രെയിൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ്. Phospholipids എന്താണ്, സെൽ മെംബ്രെയിൻ്റെ ഒരു ഫോസ്ഫോലിപ്പിഡ്സ് എന്താണ്, സെൽ മെംബ്രെയിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂവൻസ് ആണെന്നാണ് പറയുന്നത്. ശരിയല്ലേ? സെൽ മെംബ്രെയിൻ്റെ മെയിൻ പാർട്ട് തന്നെയല്ലേ, സെൽ മെംബ്രെയിനിലെ ഫോസ്ഫോലിപ്പിഡ്സ് കൊണ്ട് തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള പാർട്ടാണ്, നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ശരിയാണ്, ട്രൂ ആണ് അല്ലേ. അടുത്ത നോക്കിയേ മക്കളെ, അപ്പോൾ ഇത് ട്രൂ ആണ് അല്ലേ, ഇത് ട്രൂ ആണ്. അടുത്ത എന്താണ്, ദ നാച്ചർ ഓഫ് ദ പ്രോട്ടീൻസ് മോളിക്യൂൾസ് ഇസ് നോട്ട് ചേഞ്ച്ഡ് ബൈ ദ ടെമ്പറേച്ചർ. അഥവാ പ്രോട്ടീൻ മോളിക്യൂൾസിന്റെ നാച്ചർ ചേഞ്ച് ചെയ്യൂല, അത് തെറ്റാണ് അല്ലേ. ഇപ്പൊ മുട്ട ഒരു പ്രോട്ടീനാണ്, അത് പൊട്ടിക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകുന്നുണ്ട് ഇല്ലേ. ഡിനാച്ചുറേഷൻ പ്രോസസ് അല്ലേ മുട്ട പൊട്ടുന്നത്. മുട്ട ഇട്ടില്ലേ ഓംലേറ്റ് അടിക്കാറില്ലേ, സെയിം സാധനം. അപ്പൊ എന്താണ്, ഒരു ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രോട്ടീൻ്റെ എന്ത് മാറും, സ്ട്രക്ചർ മാറും, സ്ട്രക്ചർ ചേഞ്ച് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ, the structure of protein molecules is not changed by changing the temperature. തെറ്റാണ്. മുട്ടയുടെ കാര്യം ആലോചിച്ചാൽ മതില്ലേ, നമ്മൾ മുട്ട ഓംലേറ്റ് അടിക്കുമ്പോൾ ടെമ്പറേച്ചർ തമ്മിൽ സ്ട്രക്ചർ മാറാറില്ലേ, സെയിം സാധനമാണ്. പ്രോട്ടീനാണ്, പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മാറും എന്തിനെ അടിസ്ഥാനമാക്കിയിട്ട്, ടെമ്പറേച്ചർ കൂടുമ്പോൾ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെന്താണ്, ഫാൾസ് ആണ്, ഇത് തെറ്റാണ് കേട്ടോ. എന്താവും, ഇത് കറക്റ്റ് എന്താണ്, ദ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ മോളിക്യൂൾസ് ഈസ് ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ചേഞ്ച് ആകുമ്പോൾ സ്ട്രക്ചർ മാറും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ മക്കളെ. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, റീഡ് ദ പാസേജ് ഗിവൺ വിൽ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറയുന്നത്. ദ മോളിക്യൂൾസ് ഓഫ് സോപ്പ് കണ്ടിട്ടില്ലേ, സോപ്പ് മോളിക്യൂൾസ് ആൻഡ് ഡിറ്റർജൻസ് ആർ സ്മാളർ ദാൻ ദ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. കൊളോയിഡൽ പാർട്ടിക്കിൾസിനേക്കാളും എന്താണ്, സ്മാളർ ആണ് ഡിറ്റർജൻസും അതുപോലെ സോപ്പ് മോളിക്യൂൾസ് ഒക്കെ എന്ന് പറയുന്നത്. ദിസ് മോളിക്യൂൾസ്, ഈ മോളിക്യൂൾസ് അസോസിയേറ്റഡ് ആൻഡ് ഗെറ്റ് കൊളോയിഡൽ പാർട്ടിക്കിൾ സൈസ് റേഞ്ച്. മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് കൊളോയിഡൽ പാർട്ടിക്കിൾ സൈസിൽ റേഞ്ചിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ആർ കാർഡ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസെല്ലെ എന്ന് പറയാം. ഇങ്ങനെ കൊളോയിഡൽ പാർട്ടിക്കിൾ റേഞ്ചിലേക്ക് അസോസിയേറ്റ് ചെയ്തിരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിസെല്ലെ എന്ന് പറയുന്നത്. മിസെല്ലെ ഫോർമേഷൻ, മിസെല്ലെ സ്ട്രക്ചർ ഒക്കെ പഠിച്ച മക്കളാണ്. ദിസ് ഈസ് ആൾസോ ഡിസോസിയേറ്റിംഗ് അയോൺ ഡിസോൾവിംഗ് ഇൻ വാട്ടർ. ദേ ആർ ഇലക്ട്രോലൈറ്റിക്കൽ ഇൻ നാച്ചുറൽ ആണ്, ഇലക്ട്രോലൈറ്റിക് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാം. ഈ പാസേജിൽ പറഞ്ഞ മാതിരിയാണെങ്കിൽ ഇതിന് ആൻസർ പറയാം. വെൻ സോപ്പ് ഈസ് യൂസ്ഡ് ക്ലീനിങ്
ക്ലീനിങ് പർപ്പസ്. സോപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ക്ലീനിങ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. വിച്ച് പാർട്ട് ഓഫ് ഡയറക്റ്റ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് മിസെല്ലെ. മിസെല്ലയുടെ സെന്ററിൽ ഏത് ഭാഗത്തായിരിക്കും ഉണ്ടാവുക സോപ്പിന്റെ? ഹൈഡ്രോഫോബിക് ആണോ ഹൈഡ്രോഫിലിക് ആണോ? വെരി ഗുഡ്. ഏതാണ്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗത്തായിരിക്കും അല്ലേ? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ടെയിൽ ഭാഗത്തായിരിക്കും എവിടെ ഉണ്ടാവുക? മിസെല്ലയുടെ സെന്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ഹൈഡ്രോഫോബിക് ആണ് കേട്ടോ, ഹൈഡ്രോഫിലിക് അല്ലേ? ഹൈഡ്രോഫോബിക് ടെയിൽ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വൈ ആർ മിസെല്ലിയ അബ്സോർബ്ഡ് ഗ്രീസ് ഇൻ ക്ലോത്ത്? എന്തുകൊണ്ടാണ് മിസെല്ലിയ അബ്സോർബ് ചെയ്യുന്ന ഗ്രീസിന്റെ ക്ലോത്തിലുള്ള ഗ്രീസിനൊക്കെ അബ്സോർബ് ചെയ്യുന്നത്? അല്ലേ? നമുക്കറിയാം മിസെല്ലയിൽ എന്തുണ്ടാവും? മിസെല്ലയിൽ ഇവിടെ എന്തുണ്ടാവും? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആളാണ് ഉണ്ടാവുക അല്ലെ? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആള് ടെയിൽ എങ്ങോട്ടുണ്ടാവും? മിസെല്ലയുടെ സെന്ററിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് വാട്ടറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങോട്ട് ഫേസ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഉള്ളത് എന്താണ്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആളാണ് അല്ലെ? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആളാണ് സോപ്പിന്റെ. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ആളും ഗ്രീസ് എന്ന് പറയുന്ന ഒരാളും ഹൈഡ്രോഫോബിക് ആണ്. ഹൈഡ്രോഫോബിക് ഇൻ കെമിക്കൽ നാച്ചർ. രണ്ട് പേര് കെമിക്കൽ നാച്ചർ സിമിലർ ആണ്. സിമിലർ ഇൻ കെമിക്കൽ നാച്ചർ ആണ് ആർക്ക്? ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള എന്താണ് സോപ്പിന്റെ ഹൈഡ്രോഫോബിക് ടെയിലിനും അതുപോലെ തന്നെ ഗ്രീസിന്റെ കെമിക്കൽ ആയിട്ടുള്ള നാച്ചുറൽ ആണ്. ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള കെമിക്കൽ നാച്ചുറൽ ആണ്. അപ്പൊ ഇവരുടെ സിമിലർ ആയിട്ടുള്ള കെമിക്കൽ നാച്ചുറൽ കൊണ്ട് ഇവ കമ്പൈൻ ചെയ്തിട്ട് ഈ സോപ്പിന്റെ ഹൈഡ്രോഫോബിക്കിന്റെ കൂടെ ഈ ഗ്രീസും പാടെ കമ്പൈൻ ചെയ്യും. അതുകൊണ്ട് ഗ്രീസ് എന്ത് ചെയ്യും? ക്ലോത്തിൽ നിന്ന് റിമൂവ് ആയിട്ട് പോകും. അവിടുത്തെ പ്രോസസ്സ് അതാണ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബുക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മാർക്കിന് 1 മാർക്ക് ഇത് ചുരുക്കിയിട്ട് ഇതേമാതിരി എഴുതി വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? ഈ 2 കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷൻ ബി ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഓൾ ദ ബെസ്റ്റ്.